പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനഘയാണെങ്കിൽ സംസാരിച്ചൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അനഘയെ നോക്കാൻ നിൽക്കുന്ന ചേച്ചിയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദർശിൻ്റെ നയനയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനന്തപുരി നടക്കുന്ന പ്രശ്നങ്ങളായാലും അതുപോലെ തന്നെ നയനയും ആദർശമാണെങ്കിൽ വേറെ വീട്ടിൽ എടുത്ത് താമസമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അനഘ പറയുന്നുണ്ട്, ഞാനും ചന്തുമോളും അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് അവിടെ അവർക്ക് ഇത്രയ്ക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായെന്നൊക്കെ ഇങ്ങനെ അനഘയും പറയുന്നുണ്ട്. അങ്ങനെ അനഘ പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിനും കാരണക്കാരൻ അഭിയാണ്. അവനാണെങ്കിൽ എന്നെയും എൻ്റെ കുഞ്ഞിനെ ആണെങ്കിൽ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും വരത്തില്ലായിരുന്നു. അവനാണെങ്കിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദർശേട്ടൻ്റെ മോളാണ് ചന്തു മോളെന്നും പിന്നെ ഞാനാണെങ്കിൽ ആദർശേട്ടൻ്റെ കാമുകി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ അവിടെ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അവൻ അന്നേ ഞങ്ങൾ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ആദർശേട്ടന് വരത്തില്ലായിരുന്നൊക്കെ പറയുന്നുണ്ട്. അത് കണക്ക് തന്നെ അബിയുടെ ഭാര്യയാണെങ്കിൽ അവിടെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനഘ പറയുന്നുണ്ട്, എന്നെയും ചന്തുമോളെയും കുറിച്ചുള്ള ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദർശനാണെങ്കിലും അതുപോലെ നയനയ്ക്കാണെങ്കിലും ഒരു പ്രശ്നങ്ങളും വരാതിരിക്കണമെങ്കിൽ നവ്യ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമെന്നൊക്കെ ആ സ്ത്രീയോടാണെങ്കിലും നമ്മൾ അനഘ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സ്ത്രീ പറയുന്നുണ്ട്, അത് വേറെ ആദർശാറാണെങ്കിലും അതുകൊണ്ടൊക്കെ നയനയാണെങ്കിലും എല്ലാം സഹിക്കുന്നത് പറഞ്ഞാൽ ചേച്ചിയുടെ ജീവിതം നശിച്ചു പോകേണ്ട, ചേച്ചിക്കാണെങ്കിൽ ഒരു കുഞ്ഞുള്ളതല്ലേ, അപ്പോൾ പിന്നെ ചേച്ചിയുടെ ജീവിതത്തിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരണമെന്നും പറഞ്ഞിട്ടാണ് അവരെല്ലാം സ്വയം സഹിക്കുന്നതെന്നൊക്കെ അവരാണെങ്കിൽ അനഘയെടുത്ത് പറയുന്നുണ്ടെങ്കിൽ അനഘ പറയുന്നുണ്ട്, അതുകൊണ്ട് ഒന്നും പ്രയോജനമില്ലല്ലോ ചേച്ചി, ഇവർക്കാണെങ്കിൽ ഇച്ചിരി അഹങ്കാരവും കാര്യങ്ങളൊക്കെ കൂടി വന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ എന്തായാലും അവരുടെ അടുത്ത് ഞാൻ വിളിച്ച് പറയാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അവർ പറയുന്നുണ്ട്, ഇങ്ങനെ മോളാണെങ്കിൽ വിളിച്ച് പറയുന്നതൊക്കെ അവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അബിയും കൂട്ടരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനഘ പറയുന്നുണ്ട്, ഇതില്ല ചേച്ചി, ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനഘ പറയുന്നുണ്ടില്ല, എനിക്കിപ്പോൾ എല്ലാം നേരിടാനുള്ള ധൈര്യവും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇതിപ്പോൾ എൻ്റെ ഒരു രണ്ടാം ജന്മമാണെന്നൊക്കെ നമ്മൾ അനഘ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവ്യയുടെ നമ്പരൊക്കെ ഒപ്പിച്ചിട്ടാണെങ്കിൽ അനഘയാണെങ്കിൽ നവ്യയെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അല്ല നവ്യയല്ലേ അബിയുടെ വൈഫല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ട്, അതേ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അനഘ പറയുന്നുണ്ട്, എൻ്റെ പേര് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അനഘ പറയുന്നുണ്ട്, എൻ്റെ പേര് അനഘയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നവ്യയാണെങ്കിൽ അനഘയെന്ന് പറഞ്ഞ് ഞെട്ടിയിട്ടാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വിളിച്ചതെന്നൊക്കെ ചോദിക്കും. സമയത്ത് നവ്യ പറയുന്നുണ്ട്, എന്താ പറ്റി ആദർശേട്ടനെ കിട്ടുന്നില്ല, ആദർശേട്ടനെ കിട്ടാൻ വേണ്ടിയാണോ എന്നെ വിളിച്ചത്, ആദർശേട്ടനൊക്കെ ഇപ്പോൾ വേറെ വീട്ടിലെ താമസം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഇപ്പോൾ നിന്നെ കാണാനും വയ്ക്കാനൊന്നും ആദർശേട്ടൻ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനഘയെടുത്ത് അല്ലെങ്കിലും അയാൾ അങ്ങനെ തന്നെ, പിന്നെ അയാളിങ്ങനെ പെണ്ണെ സ്നേഹിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ വേറെ പെണ്ണെ കല്യാണം കഴിച്ച് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയാണെന്നൊക്കെ നമ്മൾ ആദർശനെ കുറിച്ച് കുറ്റമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അനഘയെടുത്ത്. അപ്പോൾ അനഘ പറയുന്നുണ്ട്, നിങ്ങൾ ആദർശേട്ടനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല, ഞാൻ ആദർശേട്ടൻ്റെ കുറ്റം കേൾക്കാനും അല്ല വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കൊക്കെ അല്ലല്ലോ അറിയുന്നത്, എനിക്കല്ലേ അറിയത്തുള്ളൂ എന്നൊക്കെ അനഘ പറയുന്നത്. അങ്ങനെ അനഘ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ നടന്ന സത്യങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് അങ്ങ് വിളിച്ചതല്ലാതെ വേറെ കാര്യത്തിനൊന്നും അല്ല. എനിക്കെന്ത് സംഭവിച്ചെന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം എൻ്റെ യാഥാർത്ഥ്യവും സത്യങ്ങളും നിങ്ങൾ വേണം അറിയാനെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ ആദർശേട്ടനെയും നയനെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ചുമ്മാ അവരുടെ അടുത്ത് ഇങ്ങനെ ഓരോ ക്രൂരതകളും കാര്യങ്ങളും അവരുടെ അടുത്ത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നടന്ന സത്യങ്ങളും കാര്യങ്ങളും നിങ്ങൾ തന്നെ അറിയണം, അതെൻ്റെ നാവിൽ നിന്ന് തന്നെ അറിയണം, എന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വന്നാൽ മതി, ഞാനുള്ള എല്ലാ തെളിവുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നവ്യയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അനഘ പറയുന്നുണ്ട്, നമ്മൾ അനഘയാണെങ്കിൽ അവിയെ പരിചയപ്പെട്ട കാലത്ത് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നവ്യ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവിയ ആണെങ്കിൽ അനഘയെ ചതിച്ചെന്നുള്ള കാര്യങ്ങളാണെങ്കിലും അതിനൊക്കെ പല സ്ഥലങ്ങളിലും അനഘയായിട്ട് അവൻ പോയിട്ടുണ്ടെന്നുള്ള കാര്യമാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പിന്നെ അവിയിലൊരു കുഞ്ഞ് ജനിച്ചിട്ടുള്ള കാര്യവും എല്ലാം നമ്മൾ നവ്യ എടുത്ത് പറയുന്നുണ്ട്. അതിനൊക്കെ ഇപ്പം പയ്യെ വീട്ടുകാരുടെ അടുത്ത് എന്നെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ എന്നെ അവർ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളും പിന്നെ എന്നെ ഗൾഫിൽ പറഞ്ഞു വിട്ടതും എല്ലാ കാര്യങ്ങളും നവ്യ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ അനഘ പറയുന്നുണ്ട്, അതുമല്ല ഞാനാണെങ്കിൽ ഇവൻ ഞങ്ങളെ സ്വീകരിക്കാതെ നാട്ടിലേക്ക് ഞാൻ വന്ന സമയത്താണ് ഇവൻ സ്വീകരിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ആ ടൈമിലാണ് ഞാൻ പല കാര്യങ്ങളും ഇവനെക്കുറിച്ച് അറിയുന്നത്. ഇവനാണെങ്കിൽ പല പെണ്ണുങ്ങളെ കൂടെയും എനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണെങ്കിലും അതിനുശേഷം നിന്നെ കല്യാണം കഴിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം ഞാൻ അറിയുന്നതെന്നൊക്കെ അനഘ പറയുന്നത്. ആ സമയത്താണ് താനാണെങ്കിൽ ഗർഭിണിയാണെന്നുള്ള കാര്യം പിന്നെ എൻ്റെ ജീവിതം ഞാനായിട്ട് ഇല്ലാതാക്കേണ്ടതൊക്കെ ഞാൻ വിചാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ അവൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ മോളെ നീ സ്വീകരിക്കണം, എന്നെ സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവനെല്ലാം സമ്മതിച്ചൊക്കെ വെച്ചിട്ടാണ് പിന്നെ അവന് എന്നെ ഈ ഒരു അവസ്ഥയിൽ അവൻ കൊണ്ടെത്തിച്ചത്, എന്നെ ഈ കിടപ്പിലാക്കിയതും അവനാണെന്നൊക്കെ അനഘ പറയുന്നുണ്ട്. അവനാണെങ്കിൽ എന്നെ പല വട്ടവും എന്നെ കൊല്ലാനൊക്കെ അവൻ ശ്രമിച്ചതാണ്. ഇപ്പം ഞാൻ ആദർശേട്ടൻ്റെയും നയനയുടെയൊക്കെ ഒരു സഹായത്തോടാണ് ഞാൻ ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയും ഞാൻ സംസാരിച്ചെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ കൊല്ലാൻ വേണ്ടി ഇനിയും ശ്രമിക്കുമെന്നൊക്കെ അനഘ പറയുന്നുണ്ട്. നമ്മൾ അനഘ പറയുന്നുണ്ട്, ഇനിയും നിങ്ങൾ ചതിക്കപ്പെടരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് ഇതിന് മുമ്പ് നിങ്ങൾ സത്യങ്ങളെല്ലാം അറിഞ്ഞെന്നൊക്കെയാണ് അറിഞ്ഞത്, പക്ഷേ അഭിയാണെങ്കിൽ നിങ്ങളെ വീണ്ടും എന്തൊക്കെ
പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചൊക്കെ വെച്ചിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അവൻ ആരെയൊക്കെയോ സഹായത്തോടെ നിങ്ങളെ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ചൊക്കെയാണെന്നൊക്കെ നമ്മൾ അനഘയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നവ്യയാണെങ്കിൽ ആകെ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും അപ്പോൾ നവ്യ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എത്രയും മാത്രം ഞാൻ ആഗ്രഹിച്ചത് ഇതൊരിക്കലും സത്യമാവരുതെന്നൊക്കെ ഉള്ള കാര്യം ഞാൻ ആഗ്രഹിച്ചത്, പക്ഷേ ഇത് നേരെ ഇപ്പം അനഘയുടെ വായന തന്നെ ഞാൻ എല്ലാ സത്യങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞല്ലോ എന്നൊക്കെ ഉള്ള ഒരു സങ്കടത്തോടെയൊക്കെ നമ്മൾ നവ്യ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.